കഴിഞ്ഞ 2-3 മാസമായി നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് സൈബർ ബുള്ളിംഗ് കാരണം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത്. അവസാനമായി കേരളത്തിൽ നടന്ന ആദിത്യ എന്ന പെൺകുട്ടിയുടെ മരണം പോലും. അതിനു മുൻപ് 1 വർഷങ്ങൾക്ക് മുൻപ് കടുത്തുരുത്തിയിലെ 26 വയസ്സുള്ള ആതിര എന്ന പെൺകുട്ടി ഇതേ സൈബർ ആക്രമണം കാരണം ആത്മഹത്യ ചെയ്തു. അതുപോലെ അടുത്തിടെ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ രമ്യ എന്ന സ്ത്രീയും ആത്മഹത്യ ചെയ്തു. ഇവയെക്കുറിച്ചെല്ലാം നമ്മൾ വ്യക്തമായ വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ വരുന്ന പോസ്റ്റിനോ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ, ഇവയെല്ലാം ഉന്നതരായ രാഷ്ട്രീയ നേതാക്കൾ മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണക്കാർ വരെയും ഇങ്ങനെയുള്ള സൈബർ ആക്രമണങ്ങൾ നേരിടുന്നുണ്ട്. സൈബർ ആക്രമണങ്ങളുടെ മരണനിരക്ക് ഇപ്പോഴാണ് കൂടി വരുന്നത്. എന്നാൽ ഈ ആക്രമണങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷെ ഇത്തരം കേസുകളിൽ ഒന്നും തന്നെ കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല. പ്രതികളെ ഒരു പേരിന് അറസ്റ്റ് ചെയ്യുക എന്നതിനപ്പുറം കൂടുതൽ ശിക്ഷ ഇവർക്ക് കിട്ടുന്ന രീതിയിലേക്കുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസോ നിയമ സംവിധാനങ്ങളോ കടക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അതുപോലൊരു കേസാണ് 2-3 ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം. അതിനെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. എന്നാൽ ഇത് സംഭവിച്ചിരിക്കുന്നത് മലേഷ്യയിലാണ്. തമിഴർ താമസിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കാർ ജീവിക്കുന്ന ലോക നാടുകളിൽ മലേഷ്യ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു നാടാണ്. അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പെൺകുട്ടി മലേഷ്യയിലേക്ക് പോകുന്നു. 29 വയസ്സുള്ള ഇഷ എന്ന രാജേശ്വരി അപ്പാഹു. ഇവർ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാമിലൊക്കെ ലൈഫ് സ്റ്റൈൽ, സ്പിരിച്വൽ, ഡയറ്റ് തുടങ്ങിയ അനവധി വീഡിയോസ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ്. കൂടാതെ ഇവർ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടെയാണ്. ഇവരെ കുറിച്ച് ഞാൻ പറയാൻ കാരണം ഈ രാജേശ്വരിയും ഇന്ന് ജീവനോടെ ഇല്ല. സൈബർ ആക്രമണം താങ്ങാനാകാതെ ഇഷയും ആത്മഹത്യ ചെയ്തു. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഈ പെൺകുട്ടിയുടെ മരണത്തിനും നമ്മൾ എല്ലാവരും ഉത്തരവാദികളാണ്. എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. രാജേശ്വരി, അവൾ സോഷ്യൽ മീഡിയയിൽ നൽകിയ പേരാണ് ഇഷ. ടിക്ടോക്കിൽ 2 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിൽ 60,000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലൈഫ് സ്റ്റൈൽ, ഡയറ്റ്, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യും. ഇഷ അല്പം തടിച്ച പെൺകുട്ടിയായിരുന്നു തുടക്കത്തിൽ. അങ്ങനെ അവൾ പടിപടിയായി അവളുടെ ഭാരം കുറയ്ക്കാൻ തുടങ്ങി. ഈ ഭാരം കുറയ്ക്കാൻ അവൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഓരോ ഘട്ടത്തിലായി വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ഒരു ട്രാൻസിഷൻ വീഡിയോ ആയി ചെയ്യുകയും ചെയ്തു. ആ ഒരു വീഡിയോ ആയിരുന്നു വലിയൊരു ഇൻഫ്ലുവൻസർ എന്ന തലത്തിലേക്ക് ഇഷ എത്തിച്ചത്. ഒരുപാട് പേർക്ക് അവളൊരു മോട്ടിവേഷൻ ആയിരുന്നു. കൂടാതെ ഒരു മതവിശ്വാസിയായിരുന്നു. ഇതിനെക്കുറിച്ചെല്ലാം അവൾ വീഡിയോസും ചെയ്യും. ഇതിനൊക്കെ അവളുടെ കുടുംബമായാലും കാമുകനായാലും സഹോദരിയായാലും മുഴുവൻ സപ്പോർട്ടായിരുന്നു. തുടക്കത്തിൽ ജീവിതം വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇതിനുശേഷം പതിയെ പതിയെ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. മെയ് മാസം 19-ാം തീയതി 2024 മലേഷ്യ കോലാലംപൂരിലുള്ള വളരെ പ്രസിദ്ധമായ മുരുകൻ ക്ഷേത്രത്തിലേക്ക് മൊറോക്കോ നാട്ടിലെ ഒരു ടൂറിസ്റ്റ് വരുന്നു. ഈ ടൂറിസ്റ്റായ അബ്ദുൾ ലത്തീഫ് എന്നയാളും ഒരു ഇൻഫ്ലുവൻസർ ആണ്, ഒരു യൂട്യൂബറുമാണ്. ലോകത്തിലുള്ള പല ടൂറിസ്റ്റ് പ്ലേസിൽ പോയി അവിടെ നിന്നുകൊണ്ട് ഖുറാനിലെ ചില വാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇയാളുടെ പ്രധാന ജോലി. അങ്ങനെ മലേഷ്യയിലുള്ള ആ മുരുകൻ ക്ഷേത്രത്തിൽ വന്ന് അവിടെ നിന്നുകൊണ്ട് ഖുറാനിലുള്ള ചില വാക്യങ്ങൾ വായിക്കുകയും അത് വീഡിയോ ആയി അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. ആ വീഡിയോ കണ്ട ഇഷ, അവൾ സോഷ്യൽ പ്രവർത്തക കൂടിയാണ്, അയാൾ വായിച്ച ആ ഖുറാനിലെ വാക്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് വിഗ്രഹാരാധനയ്ക്ക് എതിരായ ചില വാക്യങ്ങളായിരുന്നു. അതവൾ കണ്ടുപിടിക്കുകയും അയാൾക്കെതിരെ ഒരു കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്തു. പക്ഷെ അവൾ കൊടുത്ത കംപ്ലൈന്റ് പോലീസ് ശ്രദ്ധിച്ചില്ല. ഇപ്പൊ ഇഷ ചെയ്തത് തന്റെ കൂടെ കുറച്ച് ആളുകളെ ചേർത്ത് പോലീസ് സ്റ്റേഷന് മുൻപിൽ ചെന്ന് ഒരു പ്രതിഷേധം നടത്താൻ തുടങ്ങി. അത്രത്തോളം ധൈര്യമുള്ള ഒരു പെൺകുട്ടി കൂടിയായിരുന്നു അവൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പെൺകുട്ടിയുടെ മരണത്തിന് പുറകിൽ ഒരു മതപരമായ കാര്യം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഇത്രയും ധൈര്യശാലിയായ ഒരു പെൺകുട്ടിക്കാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്ന വളരെ ദാരുണമായ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങിയത്. ഇഷ അടുത്ത ഘട്ടമായി ചെയ്തത് ഒരു 500ഓളം പേരെ തന്റെ കൂടെ ചേർത്തുകൊണ്ട് അതേ മുരുകൻ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ചില പ്രാർത്ഥനകൾ നടത്തി. ഇതൊക്കെ അറിഞ്ഞ മലേഷ്യയിലെ തമിഴരായാലും മറ്റാളുകളായാലും ഇഷയുടെ ഫോളോവേഴ്സ് ആയാലും അബ്ദുൾ ലത്തീഫിന്റെ പോസ്റ്റിൽ ചെന്ന് അയാളുടെ അക്കൗണ്ടിൽ ചെന്ന് കമന്റ് ചെയ്യാൻ തുടങ്ങി. മതപരമായ ഐക്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു നാട്ടിൽ വന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ ചെയ്തത് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്, ഇത് തെറ്റാണ് എന്ന് പല എതിർപ്പ് വരാൻ തുടങ്ങി. അങ്ങനെ താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കിയ അബ്ദുൾ ലത്തീഫ് പെട്ടെന്ന് തന്നെ ആ വീഡിയോ റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഞാൻ മറ്റു മതത്തിലുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഞാൻ അതിനെ ക്ഷമ ചോദിക്കുന്നുവെന്ന് അയാളുടെ ഭാഗത്തു നിന്നും ക്ഷമ ചോദിച്ച് ഇൻസ്റ്റയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ഇത് ആ സമയം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു സംഭവമായിരുന്നു എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു തുടക്കമായി മാറിയത്. എല്ലാവരും കരുതിയത് ഇതോടുകൂടി പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചുവെന്നാണ്.
പക്ഷെ അതൊരു തുടക്കം മാത്രമായിരുന്നു. ഇഷ ബ്യൂട്ടി പ്രൊഡക്ട്സ് റിവ്യൂ ചെയ്യുമായിരുന്നു. അതിനുള്ളിലെ നന്മ തിന്മയെല്ലാം അവൾ എടുത്തു പറയും. അതുപോലെ ഗ്ലോറി കോസ്മെറ്റിക്സ് എന്ന ഒരു കമ്പനിയുടെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഉപയോഗിച്ച് അത് റിവ്യൂ ചെയ്യുന്ന സമയത്ത് അതവൾക്ക് സിവിയർ സ്കിൻ അലർജി ഉണ്ടാക്കി. ഒരു പക്ഷേ അതിൽ മെർക്കുറി ഉണ്ടായിരുന്നിരിക്കാം. ഈ പ്രോഡക്റ്റ് ആരും ഉപയോഗിക്കരുതെന്ന് വീഡിയോ ചെയ്യുകയും തന്റെ ഫോളോവേഴ്സിന് ഒരു അവബോധം ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ പ്രശ്നം തുടങ്ങുന്നത് ഇവിടെയാണ്. അവൾ ആ വീഡിയോ ഇട്ടതിന് ശേഷം അതിൽ മലേഷ്യൻ മിനിസ്ട്രി ഓഫ് ഹെൽത്തിനെ ടാഗ് ചെയ്യുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ട ഹെൽത്ത് മിനിസ്ട്രിയും ആ ഒരു പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് അത് ഉപയോഗിക്കാൻ നല്ലതല്ല എന്ന് കണ്ടെത്തുകയും 2023 വർഷം അതിനെ നിരോധിക്കുകയും ചെയ്തു. ഇതിനെല്ലാം ജനങ്ങൾ ഇഷയെ പ്രശംസിക്കാൻ തുടങ്ങി. എന്നാൽ അവൾ അതിനുവേണ്ടി സന്തോഷിക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നില്ല. കാരണം ഈ സംഭവത്തിന് ശേഷം അവൾക്ക് ഒരുപാട് ഹേറ്റേഴ്സും ഉണ്ടാകാൻ തുടങ്ങി. പക്ഷെ ഈ ഹേറ്റേഴ്സ് ഈ വീഡിയോ കാരണം രൂപം കൊണ്ടതല്ല, അവരെ രൂപപ്പെടുത്തി എടുത്തതാണ്. അതെ, അങ്ങനെ അവളെ ട്രോള് ചെയ്യാൻ കാശ് കൊടുത്ത് ആളുകളെ ഇറക്കിയത് തന്നെ ഇവൾ കാരണം നിരോധിക്കപ്പെട്ട ആ പ്രോഡക്റ്റിന്റെ കമ്പനിയാണെന്ന് ജനങ്ങൾ പറയുന്നു. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഹേറ്റേഴ്സ് ചെയ്യാൻ തുടങ്ങിയത് ഇഷ എപ്പോഴെല്ലാമാണോ ടിക്ടോക്കിൽ വീഡിയോ ചെയ്യുന്നത് അപ്പോഴെല്ലാം അതിൽ വന്ന് നെഗറ്റീവ് കമന്റ്സ് ഇടാൻ തുടങ്ങി. ഇങ്ങനെ കമന്റ്സ് വരുന്നത് ശ്രദ്ധിച്ച ഇഷ തുടക്കത്തിലെല്ലാം ബ്ലോക്ക് ചെയ്യുന്നു. എന്നാൽ ഹേറ്റേഴ്സ് പുതിയ ഫേക്ക് ഐഡീസിൽ നിന്നും വീണ്ടും വീണ്ടും വന്ന് കമന്റ് ചെയ്തു. ഇത് കാരണം ഒരു ഘട്ടത്തിൽ ഇത് സഹിക്കാനേ കഴിയാതെ ഇഷ പുതുതായി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അപ്പോഴും അവളെ കണ്ടുപിടിച്ച് പ്രധാനമായി ഒരു 3 പേർ ആ ഒരു അക്കൗണ്ടിലും ചെന്ന് അവളെ വഴക്ക് പറയാനും വളരെ മോശമായ വാക്കുകൾ അവൾക്ക് നേരെ ഉപയോഗിക്കാൻ തുടങ്ങി. ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ആ 3 പേരിൽ 2 സ്ത്രീകൾ എന്നുള്ളതാണ്. ശാലിനി പെരിയസ്വാമി, ധന്യ നിവാസ് എന്ന 2 പെൺകുട്ടികൾ, തുലാൽ ബ്രദേഴ്സ് എന്ന മറ്റൊരാൾ. ഇങ്ങനെ 3 പേരും തുടക്കത്തിൽ ആ പോസ്റ്റ് വീഡിയോസിന് താഴെ കമന്റ് ചെയ്തുകൊണ്ടിരുന്നവർ ഇതിന് ശേഷം ഇഷ എപ്പോഴെല്ലാമാണോ ടിക്ടോക്കിൽ ലൈവ് ചെയ്യുന്നത് ആ ലൈവിൽ പോലും അവരുടെ ആ വെറുപ്പും വിദ്വേഷവും കാണിക്കാൻ തുടങ്ങി. വളരെ വൃത്തികെട്ട രീതിയിൽ കമന്റും ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ അവരുടെ വെറുപ്പ് പല രീതിയിൽ കാണിച്ചിട്ടും അവർക്ക് തൃപ്തിയായില്ല. അടുത്ത് എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ജൂൺ മാസം 30 ജൂലൈ 1 ഈ 2 ദിവസവും ദുലാൽ ബ്രദേഴ്സ്, ശാലിനി പെരിയസ്വാമി ഈ 2 പേരും ഇഷയുടെ ഒരു ഫോട്ടോ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടുകൊണ്ട് നിന്നെ നശിപ്പിക്കുമെന്നും ആവശ്യം വന്നാൽ നിന്നെ കൊല്ലാൻ പോലും മടിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിയത് മാത്രമല്ല, അവളുടെ മാതാപിതാക്കൾ, അവളുടെ സഹോദരി, ആ കുടുംബത്തിലുള്ള എല്ലാവരെയും വളരെ വളരെ മോശമായ രീതിയിൽ വഴക്ക് പറയാൻ തുടങ്ങി, ചീത്ത വിളിക്കാൻ തുടങ്ങി. കൂടാതെ ധൈര്യത്തോടു കൂടി പേജിൽ വീഡിയോ അപ്ലോഡും ചെയ്തു. പക്ഷെ ഇപ്പോൾ ആ പേജിൽ വീഡിയോ ഇല്ല, അത് ഡിലീറ്റ് ചെയ്തു. എന്നാൽ ആ ഒരു സെക്കൻഡ് വരെയും നമ്മൾ തന്നെ ഇത് എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യാം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഇഷയ്ക്ക് ആ ഒരു പ്രത്യേക വീഡിയോ കണ്ടതിന് ശേഷം അവളുടെ ധൈര്യമെല്ലാം അങ്ങനെ ചോർന്നു പോകാൻ തുടങ്ങി. അവിടെ മുതലാണ് അവൾ പതറാൻ തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ആ വീഡിയോയിലൂടെ ആ 3 പേർ അവൾ എത്രത്തോളം വാക്കുകളിലൂടെ ആക്രമിച്ചിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. അങ്ങനെ വീഡിയോ കണ്ട് ദുഃഖിക്കാൻ തുടങ്ങിയ ഇഷ ഈ 3 പേരും തന്നെ സൈബർ ആക്രമണം ചെയ്യുന്നുവെന്ന് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു. കൂടാതെ മലേഷ്യയിലെ യുണൈറ്റഡ് റൈറ്റ്സ് പാർട്ടിയുടെ പ്രസിഡന്റായ ഡേവിഡ് മാർഷൽ എന്നയാളുടെ കയ്യിലും ഒരു കംപ്ലൈന്റ് കൊടുത്തു. അങ്ങനെ ഇഷ അയാളോട് പറഞ്ഞത് ഈ 3 പേർ കാരണം താൻ ഒരുപാട് മാനസിക ദുഃഖം അനുഭവിക്കുന്നുണ്ട്. ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ ഞാൻ ഒരു പക്ഷേ ആത്മഹത്യ വരെ ചെയ്യേണ്ടി വരും. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് പറഞ്ഞു. ഇതിന് അയാൾ പറഞ്ഞത്, നീ കുറച്ചു ദിവസം സോഷ്യൽ മീഡിയ ഉപയോഗിക്കണ്ട, കഴിയുന്നത്ര വീട്ടിൽ തന്നെ ഇരുന്ന് ഓൺലൈൻ വർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇങ്ങനെ മാനസിക സമ്മർദ്ദത്തിലുണ്ടാകുന്ന ഒരാൾ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്, എന്നെ സഹായിക്കണം എന്ന് പറയുന്നത് മരണത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഒരാൾ തന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും രക്ഷപ്പെടുത്തി കരകയറ്റണമെന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് ചിന്തിക്കാതെ ആ ഒരു സമയത്ത് അവരെ ഉപദേശിക്കാൻ നിൽക്കരുത്. ഇപ്പോ ഇങ്ങനെ തനിക്ക് ചുറ്റും എല്ലാം ഇരുണ്ടുപോയ ഒരവസ്ഥയിൽ മാനസിക സമ്മർദ്ദം അധികമായി ഇഷ ജൂലൈ മാസം 5 രാവിലെ ഒരു 11 മണിയോട് കൂടി ആത്മഹത്യ ചെയ്തു. ഇത് ഇഷയുടെ കുടുംബത്തിന്, പ്രധാനമായും അച്ഛന് വലിയൊരു ഞെട്ടലായി. അങ്ങനെ ക്ഷേത്ര കാര്യസ്ഥനായി ജോലി നോക്കുന്ന 62 വയസ്സുള്ള ഇഷയുടെ അച്ഛൻ പറഞ്ഞത്, ഇഷ വളരെ ധൈര്യശാലിയായ പെൺകുട്ടിയാണ്, എന്ത് സംഭവിച്ചാലും അവൾ ഇങ്ങനെ ഒരു തീരുമാനമേ എടുക്കില്ല. പക്ഷെ എന്തുകൊണ്ട് അവൾ ഇപ്പൊ ഇങ്ങനെ ചെയ്തുവെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് വളരെ ദുഃഖത്തോടു കൂടി പറഞ്ഞു. അപ്പോഴാണ് ഒരു ടിക്ടോക്കർ ഇഷ എന്ത് കാരണം കൊണ്ട് മരിച്ചു എന്നുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ആ ഒരു വീഡിയോ വൈറലായതിനു ശേഷമാണ് മലേഷ്യ മുഴുവനും ഇതൊരു സെൻസേഷണൽ ന്യൂസായി മാറി. അടുത്ത ദിവസം ജൂലൈ മാസം 7 മലേഷ്യയിലെ കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ ഇഷയുടെ അവസാന ചടങ്ങിന് നേരിട്ട് വരികയും ആ ഒരു കുടുംബത്തിനോട് സമാധാനം പറയുകയും ചെയ്തു. കൂടാതെ മിനിസ്റ്റർ പറഞ്ഞത്, ഇങ്ങനെ ഫേക്ക് ഐഡിയിൽ നിന്ന് വരുന്ന ആക്രമണങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുമെന്നും ഇതിനുവേണ്ടി പുതിയ നിയമം കൊണ്ടുവരാൻ പോലും ഞങ്ങൾ തയ്യാറാണ്. കൂടാതെ ഈ കേസിലെ കുറ്റവാളികൾ തീർച്ചയായും ശിക്ഷിക്കപ്പെടുമെന്ന്, ഇഷയ്ക്ക് നീതി ലഭിക്കുമെന്നും പറഞ്ഞു. ജൂലൈ 8 പോലീസ് ഈ ഒരു കേസിൽ 35 വയസ്സുള്ള ഒരു സ്ത്രീ അറസ്റ്റ് ചെയ്തു. അവർ സെക്ഷൻ 506
6, സെക്ഷൻ 233, സെക്ഷൻ 40 ഈ 3 വകുപ്പിനും കീഴിൽ കേസ് ഫയൽ ചെയ്യുകയും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ എത്ര തന്നെ ധൈര്യശാലികളായാലും ഇതിനു മുൻപ് എന്തും നേരിട്ട് പരിചയസമ്പന്നരാണെങ്കിലും മാനസിക സമ്മർദ്ദത്തിലുള്ളപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാവരും അവരെ ശത്രുക്കളായി കാണുന്നത് പോലെയും എല്ലാവരും അവർക്കെതിരെ നിൽക്കുന്നത് പോലെയും എല്ലാവരും അവരെ തന്നെ ശ്രദ്ധിക്കുന്നത് പോലെയും തോന്നും. എന്നാൽ കുറച്ചു ദിവസം കഴിഞ്ഞ് ആ ഒരു സാഹചര്യത്തെ കടന്നു വന്ന് പിന്നീട് ഒരു ദിവസം തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിനൊക്കെയാണോ താൻ ഇത്ര ദുഃഖിച്ചത്, കരഞ്ഞത് എന്ന് നമ്മൾ ചിരിച്ചുകൊണ്ട് ചിന്തിക്കും. കൂടാതെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ എത്ര ധൈര്യശാലികളാണ്, എന്തും നേരിടാൻ കഴിവുള്ളവരാണ്, എത്ര ബോൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിലും നമ്മളെ തളർത്താനും തകർക്കാനും കഴിവുള്ള ഒരു ആയുധമാണ് ഈ സൈബർ ആക്രമണം എന്നത്. മരണത്തിലേക്ക് നയിക്കേണ്ട ഒരു ശക്തി അതിനുണ്ട്. അതിനാൽ നിങ്ങളൊരു മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങളെ തളർത്തുന്ന ഏതൊരു കാര്യമായാലും അതൊരു പ്രശ്നമേ അല്ല. എല്ലാം സർവ്വസാധാരണമായ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും ഒരു ദിവസം എല്ലാവരും മറക്കും. കാരണം ഈ ലോകത്തിലെ എല്ലാവരും നല്ലവരൊന്നുമല്ല, എല്ലാവരും തെറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് എല്ലാവരും ഓരോ പാഠങ്ങൾ പഠിക്കുന്നുണ്ട്, വീണ്ടും കരകയറി വരുന്നുണ്ട്, വീണ്ടും തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ഇതൊരു ചക്രം പോലെ കറങ്ങുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഒരാളെ മോശമായി സംസാരിക്കുന്നതിന് മറ്റൊരാൾക്ക് യാതൊരു അധികാരമോ അവകാശമോ ഇല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഈ വഴക്ക് പറയുന്നതും ടോർച്ചർ ചെയ്യുന്നതും വൃത്തികെട്ട വാക്കുകൾ നമുക്ക് നേരെ ഉപയോഗിക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ചില വ്യക്തികളാണ്. അവർ കാരണം നമ്മളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാനും നമ്മളെ മരണത്തിൽ വരെ എത്തിക്കാനും സാധിക്കും. ഇവിടെ ഇഷ എന്നത് ഒരു സോഷ്യൽ വർക്കറാണ്, അനീതിക്കെതിരെ സ്വരമുയർത്തുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ സാധാരണ ഒരു വ്യക്തി, ഇതൊന്നും അറിയാത്ത ഒരു വ്യക്തിയുടെ അവസ്ഥ ചിന്തിക്കേണ്ടതില്ല. ഇന്റർനെറ്റ്, ഈ ലോകം ഉപയോഗിക്കുന്നത് ഒരു നല്ല കാര്യമാണെങ്കിൽ തന്നെയും മനുഷ്യരുടെ മനസ്സിൽ എത്രത്തോളം വഞ്ചനയും വൈരാഗ്യവും പകയും മോശമായ ഒരു മനസ്സുമുണ്ടെന്നുള്ളത് ഇപ്പൊ കണ്ണാടി പോലെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവർക്കൊന്നും നേരിട്ട് വന്ന് സംസാരിക്കാൻ ധൈര്യമില്ലാത്തവരായിരിക്കും. കാരണം നേരിട്ട് വന്നാൽ എല്ലാവരും അറിയും, ജനങ്ങൾ അവരുടെ മുഖം കാണും, ഇവർക്കെതിരെ കേസ് പോകും, അവരെ അറസ്റ്റ് ചെയ്യും. എന്നാൽ ഇന്റർനെറ്റിൽ അങ്ങനെ ഒന്നുമില്ല. ഒരു ഫേക്ക് ഐഡി ഉണ്ട്, ഒരു മുഖംമൂടിയുണ്ട്, അതുപയോഗിച്ച് എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയുള്ള നിങ്ങളെ പോലുള്ള ഭീരു ഈ ലോകത്തിൽ മറ്റാരും തന്നെ കാണില്ല. ഇപ്പോ ഈ കേസിലുള്ള 3 പേരെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഇന്നും പുറം ലോകം അറിയാതെ ഒരുപാട് പേർ സൈബർ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്, ഒരുപാട് പേർ സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. ഇവർക്കൊക്കെ സമാധാനമായി ഉറങ്ങാൻ സാധിക്കുമോ എന്നുള്ളതാണ് എന്റെ സംശയം. അതിനാൽ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് മാത്രം, അത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ബാധകമാണ്. കുറച്ചെങ്കിലും നമ്മൾ കരുണയുള്ളവരായിരിക്കുക, മനുഷ്യത്വമുള്ളവരായിരിക്കണം. നമ്മളെ പോലെയാണ് മറ്റുള്ളവരും എന്നുള്ളൊരു ചിന്തയുണ്ടാകണം. ചെറിയ സൈബർ കുറ്റകൃത്യങ്ങളാണെങ്കിലും നമ്മുടെ പരിചയ വലയത്തിലുള്ള ആരെങ്കിലും അത് ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിയുകയാണെങ്കിൽ അതിൽ നിന്നും അവരെ വിലക്കേണ്ട ഒരു മനോഭാവം സമൂഹത്തിൽ ഒന്നാകെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ സൈബർ അധിക്ഷേപങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണം, അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്നത്തെ സമൂഹത്തിൽ കൂടി വരുന്ന ഈ സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും ആത്മഹത്യകളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.